ഹലോ മക്കളെ, ഹിന്ദി സൂത്രയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മുന്നോക്കി സ്വതന്ത്രത എന്ന് പറയുന്ന ചാപ്റ്ററിലെ എല്ലാ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുന്നോക്കി സ്വതന്ത്രത എന്ന് പറയുന്ന ആ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നോക്കിയിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടേക്കണം കേട്ടോ. കണ്ടിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ മക്കളെ നോക്കിക്കേ, ആദ്യം നമ്മുടെ പഠിച്ചില്ലേ ചാപ്റ്റർ, അതിന്റെ സൈഡിലെ ബോക്സിലുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ആദ്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം. ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കിക്കേ. സടക്ക് പർ ഖേൽന ഇസ്സെ ആപ് സഹമത് ഹേ ക്യോം? റോഡിൽ കളിക്കുക, അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഉണ്ടോ ഇല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ യോജിക്കുന്നുണ്ടോ റോഡിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ? അത് ഭയങ്കര അപകടം പിടിച്ചതല്ലേ റോഡിൽ കളിക്കുക. അപ്പൊ നമുക്കറിയാലേ നമ്മൾ അതിനോട് യോജിക്കുന്നില്ല. നോക്ക് ആൻസർ എങ്ങനെ എഴുതാന്ന്. സടക്ക് പർ ഖേൽന ടീക്ക് നഹീം ഹെ. റോഡിൽ കളിക്കുന്നത്, ടീക്ക് എന്ന് വെച്ചാൽ എന്താ? ശരിയല്ല. റോഡിൽ കളിക്കുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നത് അല്ലെ. നല്ലതാണോ? അല്ല. ഓക്കെ, അപ്പോ റോഡില് നമുക്ക് അപകടം പിടിച്ചതാണല്ലേ ആ കളി എന്ന് പറഞ്ഞാല്. ക്യോം കി, എന്തുകൊണ്ടെന്നാൽ സടക്ക് പർ ഖേൽനേസെ, റോഡിൽ കളിക്കുമ്പോൾ അവിടെ എന്താ വരുന്നത്? ഗാഡിയോ, വണ്ടികളല്ലേ. ഗാഡിയോ കി ടക്രാ ജാനെ കാ ഖതറ ഹോത്താ ഹെ. ഖതറ എന്ന് വെച്ചാൽ എന്താ? അപകടം. നമുക്ക് റോഡിൽ കളിക്കുമ്പോൾ അപകടം സംഭവിക്കും ഇല്ലേ. വണ്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിക്കാം. അപ്പൊ റോഡിൽ ഏറ്റവും അപകടമാണ് കളിക്കുന്നത്. അപ്പോ ആ ചോദ്യം ഒക്കെ ആണല്ലോ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. മേനെ ഉസ് മേം സെ ഏക് ഹി തസ്വീർ തോ അപ്നെ ലിയെ ഭാടി ദേ. എന്താണ് മേംനെ? മേംനെ എന്ന് വെച്ചാൽ ഞാൻ. ഉസ് മേം സെ, അതിൽ നിന്നും, ഏക് ഹി, ഒരേ ഒരു, തസ്വീർ തോ, തസ്വീർ എന്ന് പറഞ്ഞാല് പിക്ചർ, ഒരേ ഒരു ഫോട്ടോ മാത്രമേ, ഭാടി ദി, ഭാടി എന്ന് വെച്ചാൽ എന്താ? കീറുക. ഞാൻ ആ ടെക്സ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ബുക്കിൽ നിന്നിട്ട് ഒരേ ഒരു ചിത്രമല്ലേ അമ്മ കീറിയിട്ടുള്ളൂ. പിന്നെ എന്തിനാ അമ്മേനെ വഴക്ക് പറയുന്നേ? ആരോട് ചോദിക്കുകയാണ്? മുന്നുവിന്റെ അമ്മയോട് ചോദിക്കുകയാണ്. അപ്പം എന്താണ്? ഇസ്സെ ബച്ചേക്ക് കോൺ സി വിശേഷത സമജ് സക്തേ ഹെ? ഇതിൽ നിന്ന് നമുക്ക് ആ കുഞ്ഞു പിള്ളേരുടെ അല്ലേ അല്ലെങ്കിൽ ആ മുന്നുവിന്റെ ഏത് തരത്തിലുള്ള സ്വഭാവമാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? നമുക്കറിയാം കൊച്ചു പിള്ളേർ എപ്പോഴും വികൃതിയും ഭയങ്കര നിഷ്കളങ്കരുമാണല്ലേ. അവർക്ക് എന്തെങ്കിലും ചെയ്യുന്നത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ശരിയോ തെറ്റോ നമുക്ക് അവർക്ക് അറിയാൻ പറ്റുമോ? പറ്റില്ല. നോക്കിയേ, ബച്ചെ ബഹുത് മാസൂം ഹോത്തെ ഹേ. ബച്ചെ എന്ന് വെച്ചാൽ എന്താ? കുട്ടികളല്ലേ, ഭയങ്കര ഇന്നസെന്റ് അല്ലേ. മാസൂം എന്ന് വെച്ചാൽ എന്താണ്? ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ളവരാണ്, അവര് വികൃതിയുള്ളവരാണ്. അപ്പോ ഇസലിയെ, അതാണ് മാസൂം. ഇസലിയെ, അതുകൊണ്ടാണ് വേ ഏസേ കാം കർത്തേ രഹത്തെ ഹേ. അതുകൊണ്ടാണ് അവർ ഇതുപോലുള്ള ജോലികൾ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെയുള്ള വികൃതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. ഇത് സ്വാഭാവിക ഹേ. ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അല്ലെ. കുട്ടികൾ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അവര് വികൃതിയാണ്, അവർ കുറച്ച് ഇന്നസെന്റ് ആണ്. കുറച്ചൊന്നല്ല, നന്നായിട്ട് ഇന്നസെന്റ് ആണ്. അവർക്ക് ശരി തെറ്റൊന്നും അവർക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. मैं भी ജവഹർലാൽ ജിക്കോ ചിട്ടി ലിഖ്താ ഹൂ. മെയിം അഭി, ഞാനിപ്പോൾ തന്നെ ജവഹർലാൽ ജിക്കോ, അതായത് ആർക്കാണ്? ജവഹർലാൽ ജിക്ക്, നെഹ്റുവിന്, ചിട്ടി ലിഖ്താ ഹെ. ചിട്ടി എന്ന് പറഞ്ഞാൽ എന്താ? കത്തല്ലേ, ലെറ്റർ, കത്തെഴുതും. ലിഖ്താ ഹൂ, ഇതാരാ പറഞ്ഞു? മുന്നു പറഞ്ഞു അല്ലേ. ലഡ്കേനെ ക്യോം, ലഡ്കേനെ ക്യോം ജവഹർലാൽ ജിക്കോ ചിട്ടി ലിഖി ഹോഗി. എന്തുകൊണ്ടായിരിക്കും മുന്നു ജവഹർലാൽ നെഹ്റുവിന് കത്തെഴുതുന്നുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും? നോക്കാം. ലഡ്ക ചാഹത്തെ ഹേ കി, ആ കുട്ടി ആഗ്രഹിക്കുന്നുണ്ട്. എന്താ? വേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം. ആരായി അദ്ദേഹം? ഇവിടുത്തെ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണല്ലേ. അദ്ദേഹം അമ്മക്കോ ചിട്ടി ലിഖേക്ക് മാ ഉസേ സ്വതന്ത്രത ദേ. അമ്മയ്ക്ക് എന്ത് എഴുതും? കത്തെഴുതും. ഞാൻ ഇങ്ങനെ ആർക്കാണ്? ജവഹർലാൽ നെഹ്റുവിന് കത്തെഴുതുമ്പോൾ അദ്ദേഹം അമ്മയ്ക്ക് മറുപടിയായിട്ട് എഴുതും. എന്തെന്നാ എഴുതുന്നത്? മാ ഉസേ സ്വതന്ത്രത. സ്വതന്ത്രത എന്ന് വെച്ചാൽ ഫ്രീഡം. അമ്മ എനിക്ക് സ്വാതന്ത്ര്യം തരും അല്ലേ. എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അമ്മ എപ്പോഴും എന്നെ വഴക്ക് കുറച്ചില്ല. അപ്പോൾ അദ്ദേഹം അമ്മയ്ക്കൊരു കത്ത് എഴുതുമ്പോഴത്തേനും അമ്മ അങ്ങനെയെങ്കിലും എനിക്കൊന്ന് സ്വാതന്ത്ര്യം തരുമല്ലോ എന്നോർത്തിട്ടാണ് ഈ കുഞ്ഞ് ജവഹർലാൽ നെഹ്റുവിന് കത്തെഴുതുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. കഹാനി കെ ആധാർ പർ ക്രമബന്ധ് കരേ. കഥയില്ലേ നമ്മൾ പഠിച്ച്, അതിൻ്റെ ബേസിൽ ഈ ഇൻസിഡൻസിനെ നമ്മൾ ഓർഡർ ആക്കി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം ഓർഡർ തെറ്റിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. നമുക്കിതിനെ എന്താക്കി എഴുതണം? ഓർഡർ ആക്കി എഴുതണം. നമ്മൾ പഠിച്ചതാണല്ലേ കഥ. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് നോക്കാം. കണ്ട, ഇതിൽ ആദ്യം ജവഹർലാൽ നെഹ്റുവിന് കത്തെഴുതിയ കാര്യമാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഗരം ദൂത് പീന. അപ്പം ഇതിനെയൊക്കെ നമുക്ക് ഓർഡർ ആക്കി എഴുതാം. നോക്കാം.
ആദ്യം ഏതാ വരുന്നത്? ഭയ്യാക്കെ കോട്ട് സേ. ഭയ്യാക്കെ കോട്ട് എന്ന് വെച്ചാൽ എന്താണ്? ആ സഹോദരൻ്റെ ആ പോക്കറ്റിൽ നിന്നിട്ട് ഫൗണ്ടെയിൻ പെൻ നികൽന അല്ലേ? ആദ്യം അതല്ലേ നമ്മൾ കണ്ടത്? എന്നിട്ട് തറയിൽ എഴുതുന്നതായിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്? അതെ. ഓക്കെ, അപ്പോൾ ഭയ്യാക്കെ കോട്ട് സേ ഫൗണ്ടെയിൻ പെൻ നികലാന. അത് കഴിഞ്ഞിട്ടാണ് ആ പാലിൻ്റെ കാര്യം അല്ലേ? അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടല്ലേ റോഡിൽ കളിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ ഈ പറയുമ്പോൾ നമ്മൾ പഠിച്ച ഇൻസിഡൻ്റ് ഒക്കെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം കേട്ടോ മൈൻഡിൽ. ഓക്കെ, അവിടുത്തതാണ് പാൻറ്റ് പഹന്ന. ആ മുന്നു എന്താ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാൻ പാൻസ് ഇല്ലാതെ തന്നെ കളിക്കാൻ പോകുമല്ലേ, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് അമ്മ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും എന്ന് പറഞ്ഞു. അടുത്ത നോക്കിക്കേ, പുസ്തകത്തെ തസ്വീർ ഭാടന. അത് കഴിഞ്ഞിട്ടാണ് ആ പുസ്തകത്തിൽ നിന്ന് ആ ഫോട്ടോ പിക്ചറൊക്കെ ഇങ്ങനെ വലിച്ചു കീറിയത്. അത് കഴിഞ്ഞിട്ട് ഏതാ? കമീസ് കോ രംഗ് കർ ചണ്ട ബനാന. ചണ്ട എന്താ? ഫ്ലാഗ് അല്ലേ? ഫ്ലാഗ്, ആ വസ്ത്രം അതിൽ നിന്ന് നിറം കൊടുത്തിട്ട് ഫ്ലാഗ് ഉണ്ടാക്കി. ഏറ്റവും ലാസ്റ്റ് അല്ലേ ജവഹർലാൽ ജിക്കോ ചിട്ടി ലിഖന, കത്തെഴുതുക എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഓർഡറായിട്ട് എഴുതാനുള്ളതും ആയി. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ ഇത്. വാർത്താലാപ് അല്ലെങ്കിൽ കോൺവെർസേഷൻ എഴുതാൻ. മക്കളെ, നമുക്ക് കോൺവെർസേഷനെ 2 ഇതായിട്ട് പറയാം. ഒന്ന് വാർത്താലാപം എന്നും പറയാം, 2 ബാത്ചീത്ത് എന്നും പറയാം. അപ്പം ഏത് വേണോ എക്സാമിന് വരാം? വാർത്താലാപം എന്നും ചോദിക്കാം, ബാത്ചീത്ത് എന്നും ചോദിക്കാം. അപ്പം നിങ്ങളത് 2 കണ്ടാലും എഴുതണം അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? കോൺവെർസേഷൻ, സംഭാഷണം. ആരൊക്കെ തമ്മിലാ? നമുക്ക് നോക്കാം. മുന്നു കെ പ്രശ്നോं का माँ ने क्या जवाब दिया होगा. പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ ചോദ്യമാണ്. മുന്നുവിൻ്റെ ചോദ്യങ്ങൾക്ക് മാനെ, അമ്മ, ക്യാ ജവാബ് ദിയാ ഹോഗ, എന്ത് മറുപടി? ജവാബ് മറുപടി. എന്ത് മറുപടി ആവാം കൊടുത്തിട്ടുണ്ടാവുക? ജവാബ് മറുപടി. അപ്പോൾ കണ്ടോ, മുന്നു ഇവിടെ ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ആൻസർ ആകുമ്പോഴത്തേനും നമുക്കതിൻ്റെ വാർത്താലാപ് കംപ്ലീറ്റ് ആവും. മുന്നു ഓർ മാ കെ ബീച്ച് വാർത്താലാപ് തയ്യാർ കരെ. മുന്നുവിൻ്റെ അമ്മയ്ക്കും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം എന്താ മുന്നു ചോദിക്കുന്നത്? ഫൗണ്ടെയിൻ പെൻ സെ ഫർഷ് പർ ലിഖത്തെ സമയ തുമ്നെ ക്യോം കലം ചീൻ ലി. അമ്മ, ഞാൻ ഈ ഫൗണ്ടെയിൻ പെൻ ഉപയോഗിച്ച് തറയിൽ എഴുതിയപ്പോൾ അമ്മ എന്തിനാ പേന എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചത്? അറിയണ്ടേ? അറിയണം. അപ്പം അമ്മ പറയുന്നുണ്ട്, മോനെ, ഫൗണ്ടെയിൻ പെൻ ഫർഷ് പർ ലിഖനെ കാ ചീസ് നഹീ ഹൈ. ഫൗണ്ടെയിൻ പെൻ തറയിൽ എഴുതാനുള്ളതല്ല. നീ അത് ബുക്കിൽ എഴുതിയിരുന്നെങ്കിൽ ഞാൻ വഴക്ക് പറയായിരുന്നു. ഇല്ല, പക്ഷെ അത് നീ തറയിൽ എഴുതിയാൽ അത് ചീത്തയായി പോകും അല്ലേ? തറയും ചീത്തയായി പോവും, മൊത്തത്തിൽ പ്രശ്നമാണ്. അപ്പോൾ പറയുന്നുണ്ട് അതെന്തിനു വേണ്ടിയിട്ടുള്ളതല്ല, തറയിൽ എഴുതാനുള്ള ചീസല്ല. ഓക്കെ, അതിൻ്റെ ആൻസർ കിട്ടി. അടുത്ത് മുന്നു ചോദിക്കുന്നുണ്ട്. അമ്മ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഗരം ദൂത് നാ പിയാത്തോ തുമ്നെ ക്യോം ഡാണ്ടാ. എന്നാൽ അത് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ പാല് കുടിക്കാത്തതിന് അമ്മ എന്നെ വഴക്ക് പറഞ്ഞത്? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ബച്ചോങ്കോ പൗഷ്ടിക് ഭോജൻ ഹാനാ ചാഹിയേ. കുട്ടികൾക്ക് പൗഷ്ടിക് ഭോജനം എന്ന് വെച്ചാൽ എന്താണ്? പോഷകാഹാരമുള്ള, വൈറ്റമിനൊക്കെ ആയിട്ടുള്ള ഫുഡ് കഴിക്കണ്ടേ കുട്ടികൾ? അപ്പോൾ പൗഷ്ടിക്, വൈറ്റമിനുള്ള, പോഷകം അടങ്ങിയിട്ടുള്ള, ഭോജനം എന്താ? ഫുഡ്, ഖാനാ ചാഹിയെ കഴിക്കണം. ഓക്കെ, എന്നാൽ പിന്നെ അതിൻ്റെ ആൻസർ കിട്ടി. അടുത്ത മുന്നു വീണ്ടും ചോദിക്കുന്നുണ്ട്. ഓക്കെ, ശരി. എന്നാൽ പിന്നെ സടക്ക് പർ ഖേൽനെ. സടക്ക് എന്താ? റോഡ്. റോഡിൽ ഖേൽന കളിക്കുക. ഗയാത്തോ തുമ്നെ, തുമ്നെ മുച്ചെ. ഇവിടെ തമ്നെ എന്നാണ് കേട്ടോ, അതിൻ്റെ ടൈപ്പ് മിസ്റ്റേക്കാണ്. തുമ്നെ എന്നാക്കിക്കോട്ടോ. തുമ്നെ മുച്ചെ ക്യോം വാപ്പസ് ബുലായ. എന്നെ എന്തിനാണ് തിരിച്ചു വിളിപ്പിച്ചത്? ഞാൻ കളിക്കാൻ പോയതല്ലേ റോഡിൽ, പിന്നെ എന്തിനാ എന്നെ തിരിച്ചു വിളിപ്പിച്ചേ? അപ്പം അമ്മ പറയുന്നുണ്ട്, സടക്ക് പർ ഖേൽന ഖതരാ ഹെ. റോഡിൽ കളിക്കുന്നത് അപകടമാണ്. അത് നമ്മൾ നേരത്തെ നോക്കിയല്ലേ, റോഡിൽ കളിക്കുന്നത് അപകടമാണ്. ഓക്കെ, അതിൻ്റെ ആൻസറും കിട്ടി. അപ്പോൾ അടുത്ത് വീണ്ടും മുന്നു ചോദിക്കുന്നുണ്ട്. ഓക്കെ, ശരി. തുമ്നെ മുझे സബദസ്തി പാൻറ്റ് ക്യോം പഹനാ ദിയ. എന്നാൽ പിന്നെ അമ്മ എന്തുകൊണ്ടാണ് എന്നെ നിർബന്ധിപ്പിച്ച് പാൻസ് ഇടിപ്പിച്ചത്? എനിക്ക് പാൻസ് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ അല്ലാണ്ട് കളിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ അമ്മ എന്നെ കൊണ്ട് നിർബന്ധിച്ചിട്ട് പാൻറ്റ് ക്യോം പഹനാ ദിയ, എന്തുകൊണ്ടാണ് എന്നെ പാൻറ് ഇടിപ്പിച്ചത്? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നങ്കാ ഘൂംന അച്ഛാ നഹി ഹെ. മോനെ, നീ പാൻസ് ഇടാണ്ട് പോയാൽ അത് നാണക്കേടല്ലേ? അതത്ര നല്ലതല്ല, നമ്മൾ ഡ്രസ്സ് ധരിക്കണം അല്ലേ? നങ്കാ ഘൂംന അച്ഛാ നഹി ഹെ. ഇങ്ങനെ നീ പാൻസ് ഇടാണ്ട് പോകുന്നത് അത്ര നല്ലതൊന്നും അല്ല. ശരി, എന്നാൽ പിന്നെ ഓക്കെ, അതിൻ്റെ ആൻസറായി. അപ്പം മുന്നും അടുത്ത് ചോദിക്കും, പുസ്തക സെ തസ്വീർ ഭാടനെ ഭർ മുझे ക്യോം ഡാണ്ടാ. ഓക്കെ, ശരി. പുസ്തക സെ പുസ്തകത്തിൽ നിന്നും, തസ്വീർ ഫോട്ടോ, ഭാടനെ പർ കീറിയപ്പോൾ, മുझे എന്നെ,
ക്യോം ടാണ്ട, എന്തുകൊണ്ട് വഴക്ക് പറഞ്ഞു. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, പുസ്തക് സേ തസ്വീർ ഭാഡ്ന ടീക് നഹി ഹെ, വോ പഠ്നെ കി ചീസ് ഹെ. ഇപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് കിട്ടിയല്ലേ. എന്താ, പുസ്തകത്തിൽ നിന്നും തസ്വീർ ഭാഡ്ന, ആ ഫോട്ടോ കീറിയെടുക്കുന്നത്, ടീക് നഹി ഹെ, നല്ലതല്ല, വോ പഠ്നെ കി ചീസ് ഹെ, അതെന്തിനുള്ളതാണ്, പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടിയല്ലേ. നമ്മൾ വെറുതെ അത് കീറിക്കളയാനുള്ളതാണല്ലോ, അത് പഠിക്കുന്ന ബുക്കാണല്ലേ. അപ്പോൾ മുന്നും അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ശരി. കമീസ് കോ ചണ്ട ബന്നെ പർ തുമ്നെ മുझे തമാശ ക്യോം ചിढ़ ദിയ. അമ്മ, ഞാനാണെങ്കിൽ ആ ഷർട്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ ആ ഉടുപ്പ് അല്ലെ വസ്ത്രത്തിൽ നിന്ന് ഞാൻ ഫ്ലാഗ് ഉണ്ടാക്കിയപ്പോൾ അമ്മ എന്തിനാ എന്നെ അടിക്കുമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ എന്തിനാ അടിച്ചേ. അപ്പം അമ്മ പറയുന്നുണ്ട്, മോനെ ചണ്ട കാഗസ് മേ ബനാനാ ഹെ, മോനെ നിനക്ക് ഫ്ലാഗ് ഉണ്ടാക്കണമെങ്കിൽ അത് കാഗസ്, കടലാസ്, പേപ്പറിലുണ്ടാക്കിക്കോ. ഈ വസ്ത്രം, ഷർട്ടൊന്നും അതൊന്നും അല്ലേ കളറടിച്ചുണ്ടാക്കേണ്ട. അപ്പോൾ ഷർട്ടൊക്കെ ഇല്ലാണ്ടായി പോവില്ലേ, മോനെ നീ അല്ലാണ്ട് പേപ്പറിലുണ്ടാക്കിക്കോ. അപ്പോൾ അമ്മയൊന്നും ചെയ്യില്ല. അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ, അമ്മ അനാവശ്യമായിട്ടൊന്നും അല്ല കുഞ്ഞിനെ വഴക്ക് പറഞ്ഞത്. ഫ്രീഡം ഉണ്ടെന്നും പറഞ്ഞ് എന്തും ചെയ്യാമെന്നാണോ, അല്ല അല്ലേ, ആവശ്യത്തിന് മാത്രമാണ് അവരുടെ സേഫും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അമ്മ കാര്യങ്ങൾ വിലക്കിയതും വഴക്ക് പറഞ്ഞത്. നല്ല കാര്യത്തിനൊന്നും അമ്മ പറഞ്ഞിട്ടില്ല വഴക്കല്ലേ. ഓക്കെ, അതിപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി. ഓക്കെ മക്കളെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. പഠേ സമച്ചേ വാക്യോങ്ക് ഉചിത് ഖംഭേ മേ ലിഖേ. നിങ്ങളോട് ഈ വാക്കുകൾ താഴെ ഓരോ ഇത് തന്നിട്ടുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്, കരയും ഞാ കരയും. കരയും എന്ന് വെച്ചാൽ എന്താ, ചെയ്യേണ്ടത്, ഞാ കരയും ചെയ്യാൻ പാടില്ലാത്തത്, അങ്ങനെയുള്ളതിലോട്ട് മാറ്റി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം നമുക്ക് നോക്കാം. ലഡ്ക വീൽ ചെയർ പർ ബൈഠി ലഡ്കി കോ സഹായത ദേത്താ ഹെ. ലഡ്ക ആൺകുട്ടി, വീൽ ചെയർ പർ ബൈഠി വീൽ ചെയറിലിരിക്കുന്ന, ലഡ്കി കോ പെൺകുട്ടിക്ക്, സഹായത ദേത്താ ഹെ സഹായം ചെയ്യുന്നു അല്ലേ. വീൽ ചെയറിലിരിക്കുന്ന പെൺകുട്ടിയെ ആ ബോയ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അത് ചെയ്യണോ വേണ്ടേ, ചെയ്യണം. അത് ഏറ്റവും നല്ലതാണല്ലേ. നല്ല വ്യക്തിത്വങ്ങൾക്കല്ലേ അത് ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് നോക്കിക്കേ. തോത്ത പിഞ്ചടേ മേ ബന്ധാ ഹെ. എന്താ പിഞ്ചടേ എന്ന് പറഞ്ഞാൽ, കൂട്ടിൽ. തോത്ത എന്ന് പറഞ്ഞാൽ തത്ത, തത്തയെ കൂട്ടിൽ ബന്ദ് ഹെ എന്ന് വെച്ചാൽ എന്താണ്, ബന്ധസ്ഥയൊക്കെ അല്ലേ എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ കൂട്ടിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ട്, അകത്ത് പൂട്ടിയിട്ടിരിക്കുവാണ്. മക്കൾ, അത് നമ്മൾ ചെയ്യാൻ പാടുണ്ടോടാ, ചെയ്യാൻ പാടില്ല അല്ലേ. കാരണം എന്താണ്, അവർക്കും ഫ്രീഡം ഇല്ലേ, അവർക്കും സ്വാതന്ത്ര്യം ഇല്ലേ, പറന്ന് നടക്കണ്ടേ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കൂട്ടിൽ അടച്ചിട്ട് എങ്ങനെ ശരിയാവുക അല്ലേ. അപ്പോൾ അത് നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. അടുത്തത് നോക്കാം. കണ്ടോ, ഇപ്പം നമുക്ക് ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ളത് കിട്ടിയില്ലേ. ഓക്കെ, അടുത്തത് നോക്കാം. എന്താ, ബച്ചേ സടക്ക് പർ ക്രിക്കറ്റ് ഖേൽത്താ ഹെ. ബച്ചേ കുട്ടികൾ, സടക്ക് പർ റോഡിൽ, ക്രിക്കറ്റ് ഖേൽത്താ ഹെ ക്രിക്കറ്റ് കളിക്കുന്നു. ഇത് ചെയ്യാൻ പാടുണ്ടോ, ചെയ്യാൻ പാടില്ല അല്ലേ. റോഡിൽ നമ്മൾ കളിക്കാൻ പാടില്ല എന്ന് നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്തത് നോക്കാം. ലഡ്ക കൂടാ കച്ചട കൂടേദാൻ മേ ഡാൽത്താ ഹെ. കൂടാ കച്ചട എന്ന് പറഞ്ഞാൽ എന്താ, ചപ്പുചവറുകൾ, കൂടേദാൻ ആ വേസ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ഡസ്റ്റ്ബിൻ, അതിൽ ഡാൽത്താ ഹെ ഇടുന്നു. ഇത് നമുക്ക് ചെയ്യാമല്ലോ, ചെയ്യാം അല്ലേ. അതാ, ഇത് ചെയ്യാൻ പാടുള്ളതാണ്. നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം അല്ലേ, വലിച്ചെറിയാണ്ട് കറക്റ്റായിട്ട് അതിനകത്ത് തന്നെ നിക്ഷേപിക്കുക. അടുത്തത് നോക്കാം. ലഡ്കി സീബ്ര ലൈൻ സേ സടക്ക് പാർ കർത്തി ഹെ. ലഡ്കി എന്ന് പറഞ്ഞാൽ എന്താ, പെൺകുട്ടി, സീബ്ര ലൈനിലൂടെയാണ് റോഡ് മുറിച്ചു കടക്കുന്നത്. പാർ കർന റോഡ് ക്രോസ് ചെയ്യുന്നത്. അത് കറക്റ്റ് അല്ലേ, ചെയ്യണം അല്ലേ. കാരണം എന്താണ്, സീബ്ര ക്രോസ് വഴിയാണ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താ അടുത്ത ചോദ്യം, ലഡ്ക ബൈൽ കോ മാർത്താ ഹെ. ആ ബോയ് ബൈൽ കാളയെ മാർത്താ ഹെ, മാറുന്നതെന്ന് വെച്ചാൽ അടിക്കുക, അടിക്കുന്നു. ഇത് നമ്മൾ ചെയ്യാൻ പാടുണ്ടോ, മൃഗങ്ങളെ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല അല്ലേ, അത് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം നമുക്ക് 3 കാര്യങ്ങൾ നമ്മൾ ടിക്കിട്ടു, 3 കാര്യങ്ങൾ നമ്മൾ വേണ്ടാത്തതായിട്ടിട്ടു അല്ലേ. അപ്പം ഇവിടെ ചെയ്യാൻ പാടുള്ളത് ഏതൊക്കെയാണ്, നമ്മൾ പഠിച്ചു. വീൽ ചെയറിൽ ഇരിക്കുന്ന കുട്ടിയെ സഹായിക്കുന്നു, കൂടാക്കച്ചട അല്ലേ, വേസ്റ്റ് ബോക്സിലിടുക, സീബ്ര ലൈൻ വഴി നമ്മൾ ക്രോസ് ചെയ്യുക. ഇനി നമ്മൾ ഇതെന്താ പഠിച്ചത്, ചെയ്യാൻ പാടില്ലാത്തത്, തോത്ത പിഞ്ചടേ മേ ബന്ദ് ഹെ അല്ലേ, അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ബച്ചേ സടക്ക് പർ റോഡിൽ ക്രിക്കറ്റ് കളിക്കുന്നത് ചെയ്യാൻ പാടില്ല.
ലഡ്ക ബായിൽക്കോ മാർത്താ ഹെ അല്ലേ, മൃഗങ്ങളെ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതും. അടുത്ത് നോക്കിക്കേ, അടുത്തൊരു വളരെ സിമ്പിളായിട്ടുള്ളതാണ്. മഹീനോ കെ നാം സെ പരിചയപ്പായി. നിങ്ങൾക്ക് മാസങ്ങൾ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ജാനുവരി ഫെബ്രുവരി ഇല്ലേ, അതിന് ഹിന്ദിയിൽ എങ്ങനെ എഴുതുന്നതെന്നാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, കണ്ടോ, അഗസ്റ്റ് എഴുതുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, പറയുന്നതല്ല. സിത്തംബർ, അക്ടോബർ, നവംബർ, ഡിസംബർ. ഇത് വെച്ചിട്ട് നിങ്ങളോട് കലണ്ടർ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഇവിടെ ഏക് ദോ തീൻ ഇവിടെ ഇങ്ങനെ ഓർഡർ തെറ്റിച്ച് തന്നിട്ടുണ്ട്, ഇതിനെ ഓർഡർ ആക്കി എഴുതാൻ. അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. 1 2 കണ്ടോ, ദോ എന്ന് പറയുമ്പോൾ ദേ ഇവിടെ വരുന്നുണ്ട്, ഏക്ക് ഇവിടെ വരുന്നുണ്ട്, തീൻ എവിടെയാണ് അപ്പം വരുന്നത്, തീൻ ദാ ഇവിടെ വരുന്നുണ്ട്, പിന്നെ ചാറോ, ചാറ് ഇവിടെ വരുന്നുണ്ട്. അപ്പം 4 അങ്ങനെ നോക്കിയിട്ട് ഓർഡർ എഴുതാനാണ്. അത് വളരെ എളുപ്പമല്ലേ, നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് കലണ്ടർ മേ ക്യാ ക്യാ ചീസ് ഹേ. മക്കളെ, കലണ്ടറിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഇത്രയും സാധനങ്ങൾ വേണം അല്ലേ. സാൽ വർഷം വേണം, മഹീന മാസം വേണം, ദിൻ ഡേ ദിവസം വേണം, താരീഖ് ഡേറ്റ് വേണം അല്ലേ. ഇത് ഇത്രയും വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കിവിടെ ഏതെങ്കിലും മഹീനെ മാസം നമ്മളിവിടെ പഠിച്ചത് ചേർത്ത് എഴുതാം. ഇപ്പം നമുക്കിപ്പം മാർച്ച് വേണമെങ്കിൽ നമുക്കിവിടെ മാർച്ച് എന്ന് എഴുതാം അല്ലേ. ഇത് ഈ ഭാഗത്തായിട്ട് മാർച്ച് എന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ 2025 അങ്ങനെ ഏതാണെന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് രവിവാർ, സോമവാർ, ഇവിടെ ഏക്ക് ദോ തീൻ, കണ്ട ഇവിടെ ഏക്ക് ദോ തീൻ, അങ്ങനെ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എളുപ്പമല്ലേ? ഓക്കെ. അപ്പോൾ ഇത് അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ലെറ്റർ എഴുതാനാണ് കേട്ടോ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള ആക്ടിവിറ്റീസ് എല്ലാവരും നന്നായിട്ട് നോക്കി പഠിക്കുക കേട്ടോ. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഈ ലെറ്റർ നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക്